വിരുദ്ധത ബാധിച്ചാൽ എന്തുമാകാമെന്നോ പിണറായി വിജയൻ അത് പറയുന്നതിലുണ്ടായിട്ടുള്ള വാക്കുകളിലെ പാളിച്ച് പരിഹസിക്കുന്ന മനുഷ്യർ അടിസ്ഥാന രാഷ്ട്രീയമാണ് അരികിലെ മനുഷ്യരുടെ ജീവിതം. മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. അതിനൊരു പരിഹാരമുണ്ടാക്കാതെ നിവൃത്തിയില്ല എന്നാണ് ഈ പാർട്ടി തീരുമാനിച്ചുകൊണ്ട് മന്ത്രിയായതാണ്. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ പ്രധാനമൊന്നും ആവില്ല. മന്ത്രി ജനസേവനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ജനങ്ങളുടെ തൃപ്തിയും പ്രാമുഖ്യവും ഉണ്ടാവും. ചന്ദ്രാവത്ത് അദ്ദേഹം പരസ്യമായ ഒരു ആഹ്വാനം നടത്തി കൊണ്ടുവരുന്ന നമുക്ക് ഇനാം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ കേരളത്തിലും ദേശീയ തലത്തിലും ഇങ്ങനെ ഒരു ആഹ്വാനം അവർക്കാർക്കും നേരിടേണ്ടി വന്നിട്ടേ അതിന്റെ ഒരു മടിയും കൂടാതെ എതിർക്കുന്ന, നേരിട്ട് കടന്നാക്രമിക്കുന്ന, അതിനെതിരെ പ്രതിരോധം തീർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് കേരളത്തിൽ. ഇപ്പോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയി പ്രഖ്യാപനം കൂടിയിരിക്കും. 16 വയസ്സുള്ളപ്പോഴാണ് RSSകാരുടെ ആക്രമണം ഏറ്റുവാങ്ങിയത്. നടന്ന കേരളത്തിലെ ആദ്യത്തെ RSSന്റെ ബലിദാനം യഥാർത്ഥത്തിൽ വരമ്പത്ത് കൂടിക്കിട്ടിയതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. കടൽ താണ്ടി മണൽ താണ്ടി പോരടിക്കും നമ്മൾ. കനൽ പദങ്ങൾ എത്ര എത്ര താണ്ടി വന്നു നമ്മൾ. മൂന്ന് കൊല്ലം മുൻപ് തിരുവോണനാളിൽ RSSകാരാൽ വെട്ടിനുറുക്കപ്പെട്ട അയാൾ മടങ്ങി വന്നത് അത്ഭുതമായിരുന്നു. ഒരു തിരുവോണനാളിൽ ജയരാജന്റെ വീട്ടിൽ RSSകാരൻ കയറിയിട്ട് വെട്ടിയിട്ട് മൂപ്പരോട് ആശയ തത്വം അഴിയുമാ എങ്ങ അപ്പിച്ചി നൂറ് കൊല്ലം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തുകയില്ല. അദ്ദേഹം പ്രസംഗിച്ച ഒരു മാസം പലരും ഇല്ല. ഉള്ളവരിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഉള്ളവർ മതവാദം അവസാനിക്കുന്ന വിധി എഴുതുമ്പോഴൊക്കെയും വീണ്ടും തിരിച്ചുവരവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാട്ടുന്ന ഇടതു രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നോർവേ. ശ്രീലങ്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങി അടുത്തിടെ തിരഞ്ഞെടുപ്പ് നേരിട്ട രാജ്യങ്ങളിലും ഇടതുപക്ഷമാണ് അധികാരത്തിലെത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന നോർവേ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾ ഒരു തരത്തിലുള്ള വൈത്തവ്യവുമില്ല, ആശയക്കുഴപ്പവുമില്ല, ഉറച്ച നിലപാട്. നാം പാലസ്തീനോടൊപ്പമാണ്. നേരത്തെ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില അവിടെ 45 മീറ്റർ ആവാമെന്ന് പറഞ്ഞത് പിണറായി വിജയൻ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ഇടതുപക്ഷമാണ്. പിന്നെന്താ നിങ്ങളുടെ അന്നെന്താ ഇത്? നിങ്ങളെല്ലാം മന്ത്രിമാരായിരുന്നല്ലോ. 30 മീറ്റർ 1 മീറ്റർ ഇല്ലാതെ നിങ്ങളെന്താ കൂട്ടിക്കെട്ടി പോയി? അന്ന് നിർത്തിയില്ലായിരുന്നു. അന്ന് BJP ഇല്ലായിരുന്നു. അവസാനിക്കുന്ന വിധി എഴുതുമ്പോഴൊക്കെയും വീണ്ടും തിരിച്ചുവരവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാട്ടുന്ന ഇടതു രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നോർവേ. രാജ്യങ്ങളിലും ഇടതുപക്ഷമാണ് അധികാരത്തിലെത്തിയത്. കഴിഞ്ഞ ദിവസം പാർട്ടികൾ വീണ്ടും അധികാരത്തിൽ. വേണ്ടി കേരളത്തിൽ DYFI സമരമിറങ്ങിയത് ഹിന്ദുമത വിശ്വാസികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ?